പാലപ്പത്തിൻ്റെ വീഡിയോ ഇട്ടപ്പം ഒരു കുട്ടി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി പാലപ്പത്തിൻ്റെ റെസിപ്പി ചെയ്യുമെന്ന്. അങ്ങനെ വലിയ റെസിപ്പിയൊന്നുമില്ല, എന്നാലും ഞാൻ ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരി 6 മണിക്കൂർ കുതിർത്തി നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ക്ലാസ്സിലാണ് അളക്കുന്നത് കേട്ടോ. 1 ഗ്ലാസ് തേങ്ങ ചിരകിയതും, തേങ്ങ കുറച്ചുകൂടെ കൂടിയാലും കുഴപ്പമൊന്നുമില്ല. 3/4 ഗ്ലാസ് ചോറും എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് ഒറ്റ പ്രാവശ്യമായിട്ട് അരച്ച് തരില്ല, അപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അരയ്ക്കുന്നത് കേട്ടോ. ആദ്യം ഒരു ട്രിപ്പിട്ട് അരച്ചെടുത്തു. രണ്ടാമത്തെ പ്രാവശ്യം ബാക്കി ഇടുന്നതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഈസ്റ്റും പിന്നെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട്. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടാൽ മതി, എന്നോർത്ത് ഓവറാകാൻ പാടില്ല. ഓവറായി നമുക്ക് അപ്പോൾ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, നന്നായിട്ട് കരിഞ്ഞും പോകും. അതുകൊണ്ട് അത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക, അല്ല പാല് പോലെ തന്നെ അരച്ചെടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതെടുത്ത് വെച്ചാൽ മതി. നമ്മളിപ്പോൾ ചോറ് അരയ്ക്കുന്നതിന് പകരം കപ്പി കാച്ചിയും ചേർക്കാൻ പറ്റും കേട്ടോ. നമ്മൾ അരച്ച മാവിൽ നിന്ന് കുറച്ചെടുത്ത് അത് നന്നായിട്ട് കപ്പി കാച്ചി ചേർക്കാൻ പറ്റും. ചോറ് തന്നെ വേണമെന്നൊന്നുമില്ല. അതുപോലെ തേങ്ങ കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറേ കൂടിപ്പോയാൽ പാലപ്പത്തിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറിപ്പോവും. അതുകൊണ്ട് അങ്ങനെ നോക്കിയെടുത്ത് നിങ്ങളിപ്പോൾ ഏത് പാത്രത്തിലാണോ അളക്കുന്നത്, ഇപ്പോൾ കപ്പിലാണെങ്കിൽ 1 കപ്പ് അരി എടുത്താൽ 1/2 കപ്പ് തേങ്ങയും തേങ്ങേനെക്കാട്ടി കുറച്ചുകൂടി കുറവ് ചോറും കൂടെ എടുക്കുക. അത് നോക്കിയാൽ മതി അളവ് കേട്ടോ. പിന്നെ നന്നായിട്ട് കലക്കി എടുത്ത് ഞാൻ അടുപ്പിൻ്റെ പാചകത്തിലാണ് വെക്കുന്നത് കേട്ടോ. രാവിലെ അത് ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ മാത്രമേ ഞാൻ അതിനകത്ത് ഉപ്പിടാറുള്ളൂ കേട്ടോ. കലക്കി വെക്കാൻ നേരത്ത് ഉപ്പിടാറില്ല. രാവിലെ എടുത്ത് നന്നായിട്ട് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അത് അപ്പച്ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് കോരി ഒഴിച്ചിട്ട് നന്നായി ചുറ്റിക്കുക. കുമ്മള കുത്തി കഴിഞ്ഞിട്ട് മാത്രം അതൊന്ന് അടച്ച് വെക്കുക. അത്രയും ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ മൊത്തം കുമ്മള കുത്തി നല്ല സോഫ്റ്റായി അപ്പം കിട്ടും. പൂ പോലത്തെ പാലപ്പം കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതാണ് എൻ്റെ പാലപ്പം.